നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചോട്ടു കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നോ? സോറി, ഞാൻ ലേറ്റ് ആയോ? വാ പോ. ആരാ നിനക്ക് ഓട്ടോ വിളിച്ചത്? ഓ, നിന്റെ ചേച്ചിയായിരിക്കും. ഞാനേ ചോട്ടൂനെ കൊണ്ട് പോകുന്നുള്ളൂ. നീ ഇങ്ങ് വന്നേ. നീ ഒരു ഓട്ടോയിലും പോകുന്നില്ല. ഞാനല്ലേ നിന്നെ കോളേജിൽ കൊണ്ട് വിട്ടോണ്ടിരുന്നത്. ചോട്ടു, കാര്യം നിന്റെ ചേച്ചിക്ക്. പക്ഷെ അവൾ എന്നോട് ചെയ്ത് എന്താന്ന് ചോട്ടൂനറിയോ? എങ്ങനെയാ ഞാനത് ചോട്ടൂനോട് പറയുന്നത്? അത് ഞാനൊന്നും ചെയ്തതല്ല. അവള് വീണപ്പോ തല കഥകിലെങ്ങാണ്ട് ഇടിച്ചതാ. ഇങ്ങോട്ട് വന്നേ. കൊള്ളാം, നീ അവളുടെ ബാഗിൽ നിന്ന് പിടിവിട്. അവള് പോട്ടെ. ഞാനാ ഇവൾക്ക് ഓട്ടോ വിളിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. അമ്മ എന്ത് പണിയായി കാണിച്ചത്? അമ്മയ്ക്കും ചോട്ട് കൊടുന്ന് പോണമെന്നാണോ? അവളിപ്പോ എന്നോട് ചോദിച്ചെന്താണെന്നറിയോ? ചേച്ചിയെ പോലെ തെറ്റ് ചെയ്താൽ ഇവളുടെ തലയിൽ നീ പൊട്ടിക്കില്ലേ? വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നല്ലേ ചോദിച്ചത്? ദൂരെ നിന്ന് കണ്ടാലും ഇവള് പറയുന്നത് എനിക്ക് നന്നായി മനസ്സിലാകും. എന്താ ഇവളുടെ ചോദ്യത്തിന് നീ ഉത്തരം പറയാത്തത്? ചോട്ടു ഇങ്ങനെയൊന്നും എന്നോട് ചോദിക്കില്ല. ഇത് അവള് മനഃപൂർവ്വം പഠിപ്പിച്ച് പറയിപ്പിക്കുന്ന. എന്താ ഇവളൊരു മുതിർന്ന പെണ്ണല്ലേ? നീ ഇവൾക്ക് കല്യാണം വരെ ആലോചിച്ചതല്ലേ? അതുമല്ല, ദർശനെ അങ്ങനെ പറഞ്ഞു പറയിപ്പിക്കൊന്നുമില്ല. നിന്നെപ്പോലെ ബുദ്ധിയില്ലാത്തവളല്ല. പോ. അതെ, ഞാൻ ബുദ്ധിയില്ലാത്തവന് മണ്ടനോ? പക്ഷേ എന്നെ വെറും മണ്ടനാക്കുന്നവരോടെ ഞാൻ ക്ഷമിക്കത്തോലൂല. അഞ്ച് ദിവസം കഴിഞ്ഞല്ലേ നീ പോകൂ. നോക്കിക്കോ, അത്രയും ദിവസം മാടിനെ പോലെ നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കും ഞാൻ. ശോ, ആ ജോലിക്കാരി വന്നില്ലല്ലേ? കഷ്ടായി. കല്യാണം ഇങ്ങടുത്തു. പണ്ട് മുതലേ എന്തെങ്കിലും വിശേഷം വന്നാലേ അകത്തെ പണിക്കും പുറം പണിക്കും ഒക്കെ ചേച്ചി ആളെ നിർത്തുമായിരുന്നു. അവരെ എല്ലാം മേയ്ക്കുന്നതാ ഒരു പണി. 10 ആളുണ്ടെങ്കിൽ പാമ്പും ചാവില്ലെന്ന് പറയില്ലേ?
ആ താക്കോല ആളെ ഏർപ്പാടാക്കിയെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനെ വല്ലവരും ആയിരിക്കുമെന്ന്. നിനക്കെന്താടി ഒരു പുച്ഛം? ജോലിക്കാരി വന്നതല്ലേ, നിങ്ങളല്ലേ അവരെ പറഞ്ഞയച്ചത്. 2 ദിവസം കഴിഞ്ഞ് വന്നാ മതിയെന്നും പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. എന്നിട്ട് ന്യായം പറയുന്നു. അയ്യോ ദർശനെ, അതല്ല കാര്യം. താക്കോലെന്ന് പൂജാരികളാണെന്നും പറഞ്ഞ് കൊണ്ടുവന്നത് ആരെയാ? വേഷം കെട്ടിച്ചോണ്ടൊന്ന കള്ളക്കൂട്ടങ്ങളെയാ. അതുപോലെ ഉള്ളവരാണോ എന്ന് എങ്ങനെ അറിയാം? അവര് 2 ദിവസത്തേക്ക് മാറ്റി നിർത്തിയത് എന്തിനാന്നറിയോ? അവരാരാ, ഏതാ, എത്രക്കാരാണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കാനാ. ആ താക്കോലിനെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിശദമായിട്ട് അന്വേഷിക്കാൻ ഞാൻ ആളെ ഏർപ്പെടുത്തുകയും ചെയ്തു. നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു ജോലിക്കാരി, എന്താ പേര്? ഞാനത് മറന്നു. മിന്നലിന്റെയോ കൊടുവാളിന്റെയോ ഭാര്യ. അവരെ കൊണ്ട് നിർത്തിയത് താക്കോലല്ലേ? എന്തിനാ റിസ്ക് എടുക്കുന്നത്? ഈ 2 ദിവസം നമുക്കൊക്കെ കൂടി അങ്ങ് ചെയ്യാം. എന്താ? ആയിക്കോട്ടെ, എന്ന് തുടങ്ങിക്കോ. എനിക്ക് പുറത്തൊന്ന് പോണം. ഇന്നിപ്പോ ദർശനം തുടങ്ങിയല്ലോ, നാളെ ഞാൻ കൂടാ. അങ്ങനെ ഇപ്പൊ വേണ്ട, ഇന്ന് തന്നെ അങ്ങ് തുടങ്ങിയാ മതി. ആരെങ്കിലും വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും രൂപേഷ് നിന്നോട് കാണിച്ചത് ശരിയായില്ല. പെണ്ണെന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം സഹിക്കുന്നവളാണോ? ഒരടിമയെ പോലെ കഴിയേണ്ടവളാണോ ഭാര്യ? അവൾക്കൊരു വ്യക്തിത്വമില്ലേ? അവനെ പോലെ ഒന്നിനും കൊള്ളാത്തവനെ കല്യാണം കഴിച്ച് പരമാവധി സഹിച്ച് ഒരുവിധം വൃത്തിയും മെനയൊക്കെയുള്ള ഒരുത്തനാക്കിയില്ലേ? വളർത്തുപട്ടിയെ കുരയ്ക്കാനും കടിക്കാനും പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചവരെ തന്നെ കടിക്കാന്ന് പറഞ്ഞ, നിന്നെ ഇങ്ങനെ ആവശ്യം കഴിഞ്ഞിട്ട് കറിവേപ്പില പോലെ എടുത്തു കളയൂന്ന് ആരെങ്കിലും വിചാരിച്ചോ? അവന്റെ മാറ്റേ അത് വല്ലാത്തൊരു മാറ്റമായി പോയി. ഞാനേ പവിയേട്ടന് കുറച്ച് ചൂടുവെള്ളം കൊണ്ടു കൊടുക്കട്ടെ? അല്ല, എവിടെയിരിക്കുന്ന ചൂടുവെള്ളം? ഇന്ന് ചൂടുവെള്ളം ഉണ്ടാക്കിയില്ലേ? ജോലിക്കാരിയോട് വരണ്ടാന്ന് പറഞ്ഞ ആള് തന്നെ 2 ദിവസം ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്തേ പറ്റൂ. കല്യാണം കഴിയുന്നത് വരെ ജോലിക്കാരി വന്നാലും വന്നില്ലെങ്കിലും ഗിരിജ മാഡം തന്നെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കണം. കേട്ടല്ലോ? എന്താടി ഒന്നും മയത്തില് സംസാരിച്ചപ്പോ നീ എന്താ കൊച്ചമ്മ ചമയുന്നു? ഇറക്കി വിട്ടിട്ടും ഞങ്ങളുടെയൊക്കെ ഔദാര്യം കൊണ്ടാ കല്യാണം വരെ നിൽക്കാൻ പറഞ്ഞത്. ആരാ ഈ ഞങ്ങള്?